ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസിലത്തെ ഒരു ഇതാണ്. എന്താന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചു. ഇപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഫ്രണ്ട് ക്യാമിൽ എടുത്ത വീഡിയോസ് മാത്രമാണ് ഞാൻ ക്ലിയർ ആക്കാറുള്ളൂ. ബാക്ക് ക്യാമറയിൽ എടുത്തത് ചെയ്യാറില്ല. ബാക്ക് ക്യാമിൽ പിന്നെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് വീഡിയോ കിട്ടാറ്. അതുകൊണ്ട് പിന്നെ ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യം. പിന്നെ ലോങ് വീഡിയോസും ഞാൻ ക്ലിയർ ആക്കാറില്ല, അതും ശ്രദ്ധിക്കണം. കുറെ പേര് ലോങ് വീഡിയോയിൽ വന്നിട്ട് ഇതെങ്ങനെ ഇങ്ങനെ ക്ലിയർ ആവണേന്ന് ചോദിക്കണവരുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണില്ല. അത് ചിലപ്പോ ഫോണിന്റെ ഒരു ഇതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ യൂസ് ചെയ്യണ ആപ്പ് വിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. വിങ്ക് WINK വിങ്കാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വേറെ ഏതോ ഭാഷയാണ്. അതില് കൊറിയനോ ചൈനീസോ ഏതോ ഒരു ഭാഷയാണ്. അപ്പൊ അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് ബാക്കിയൊക്കെ സെറ്റാക്കാൻ പറ്റും. എനിക്ക് അതാണ് കേട്ടോ ആ ഭാഷ. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ സാധനം ഡൗൺലോഡ് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ iOS-ലാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. iOS-ൽ ഞാൻ ഇതുവരെയായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ഫോണിലാണ് വിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണേ. ഞാൻ ഇതിൽ നിന്ന് നേരെ ക്ലിയർ ആക്കുന്നു, പിന്നെ ഇതിൽ നിന്നാണ് നേരെ പോസ്റ്റ് ചെയ്യാറ്. പിന്നെ ഇതിലേക്ക് വീണ്ടും ഷെയർ ആക്കാറില്ല. ഈ ഫോണിലേക്ക് ഈ വീഡിയോ എടുക്കണ ഫോണിലേക്ക് ഷെയർ ആക്കാൻ നിൽക്കാറില്ല. ബാക്ക് ക്യാമറയിൽ എടുത്തത് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നേരെ വീഡിയോ ഇടും. അങ്ങനെയാണ് പതിവ്. പിന്നെ എനിക്കൊരു ദുഃഖകരമായ വാർത്ത പറയാനുണ്ട്. എൻ്റെ ഫോണൊക്കെ കണ്ട എല്ലാം പൊളിഞ്ഞു പോയി. ഡിസ്പ്ലേ ആണ് പോയത്, സ്ക്രീൻ കാർഡ് അല്ല. സ്ക്രീൻ കാർഡ് ഉണ്ടായിരുന്നു, ഞാൻ അത് വലിച്ചു പറിച്ച് ഊതി കളഞ്ഞതായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് വീഴാറില്ല. ഇതൊരു 4 കൊല്ലം ഒക്കെ ആയിട്ടുണ്ട്. 4-4.5 കൊല്ലമായിട്ടുണ്ട്. 4 കൊല്ലമായിട്ട് ഈ ഫോൺ എൻ്റെ അടുത്ത്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ നിലത്ത് വീഴാറ് അങ്ങനത്തെ പരിവൊന്നുമില്ല. അപ്പം ഞാനല്ലേ കൊണ്ടു നടക്കണേ. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ കാർഡ് ആകെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വലിച്ചു പറിച്ച് ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ചേട്ടൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ ആണെങ്കിൽ ലൈറ്റ് ഇല്ല. ഇവൻ വന്ന വഴിക്ക് ചാർജർ മാത്രം എടുത്ത് ഓടി. അപ്പം ഈ ഫോൺ അതിൽ തൂങ്ങി കിടന്ന് എന്ന് പറഞ്ഞ നിലത്ത് വീണ് അങ്ങനെ ചിന്നിച്ചെതറി. അപ്പം ഇതിപ്പോൾ എന്താ ഇതിൽ പറയേണ്ട ആവശ്യം ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഒരു രോദനം ആണെന്ന് വിചാരിക്കാം. നല്ല വിഷമമുണ്ട്. കാരണം ഇത് റെഡിയാക്കാൻ 30,000 രൂപയുടെ അടുത്ത് വരും തോന്നുന്നു ഡിസ്പ്ലേ മാറണമെങ്കിൽ. എനിക്കറിയില്ല കേട്ടാ, ഞാൻ വിലയൊന്നും ചോദിച്ചിട്ടില്ല. അറിയില്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അത് പോട്ടെ, അത് വിട്, അത് മാറ്റങ്ങളെ. അപ്പൊ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആൻഡ്രോയിഡിലാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണേ. ആൻഡ്രോയിഡ് യൂസർക്കൊക്കെ എളുപ്പമായിരിക്കും. എനിക്ക് എങ്ങനെയാ iOS-ലെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടാ. ഇന്ത്യയിലെ പിന്നെ ആൻഡ്രോയിഡിൽ ഈ സംഭവം ഇരിക്കണോണ്ട് കുഴപ്പമില്ല, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോണു. ആരെങ്കിലും iOS-ൽ ഈ വിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞെന്നുള്ളു. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഞാൻ ക്രോം വഴിയാണ് ഡൗൺലോഡ് ചെയ്യണേ. വിങ്ക് സെർച്ച് ചെയ്താൽ മതി. അതില് വിങ്ക് ആപ്പ് APK അങ്ങനെ ക്രോമിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിങ്ക് ആപ്പ് ഡൗൺലോഡ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ എന്തൊക്കെയോ അടിച്ചു കൊടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് അത് സേവ് ചെയ്തെടുത്തിട്ട് അറിയാലോ. ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് അറിയായിരിക്കുമല്ലോ. അങ്ങനെ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ആക്കും. ക്രോമിൽ നിന്ന് ആയതുകൊണ്ട് ഫീച്ചേഴ്സൊക്കെ കിട്ടായിരിക്കും. എല്ലാം കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. ചിലതൊക്കെ VIP ആണ്, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ തോന്നുന്നു. ചിലത് സെറ്റാണ്. വിങ്ക് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണേ, ക്ലിയർ എങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഞാൻ സൈഡിൽ കാണിക്കാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാട്ടാ. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ. വിങ്ക് എന്നാണ് കേട്ടോ ആപ്ലിക്കേഷന്റെ പേര്. ഇത് നമ്മൾ ക്രോമിൽ നിന്ന് സേവ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഇന്റർഫേസ് വരിക. പിന്നെ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ ഇമേജ് ക്വാളിറ്റി എടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ HD ഉണ്ട്, അൾട്രാ HD ഉണ്ട്. ഇതിൽ അൾട്രാ HD ആണ് ഞാൻ സെലക്ട് ചെയ്യാറ്. സെലക്ട് ചെയ്ത് ട്രൈ നൗ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്യുക. പിന്നെ പ്രോസസിംഗ് ടൈം ആണ്. ഇത് നമ്മുടെ വൈഫൈയുടെ ഫാസ്റ്റ് പോലെയാണ് ഇരിക്കുക. ചെറിയ 10-15 സെക്കൻഡിനാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്നാവും. ഒരു 30 സെക്കൻഡിന്റെ മുകളിലാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുക്കും. അങ്ങനെ പ്രോസസിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ സെറ്റ് ആവും. പിന്നെ സേവ് എടുത്താൽ മതി കേട്ടോ. സേവ് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലേക്ക് തന്നെയാണ് കേട്ടോ വരിക. ഇത് ചെയ്യുമ്പോൾ പഴയ വീഡിയോയുടെ ക്ലാരിറ്റിയും പുതിയ വീഡിയോയുടെ ക്ലാരിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ബൈ.